എല്ലാവർക്കും നമസ്കാരം. നമുക്കിന്ന് നാഡിശുദ്ധി പ്രാണായാമം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഈ പ്രപഞ്ചത്തെ ചലിപ്പിക്കുന്നത് പ്രപഞ്ച പ്രാണനാണെന്ന് നമുക്കറിയാം. അതുപോലെ നമ്മുടെ ശരീരത്തെ ചലിപ്പിക്കുന്നതും നമുക്കകത്തുള്ള പ്രാണനാണ്. നമുക്കകത്ത് ഈ പ്രാണചലനം സംഭവിക്കുന്നത് പ്രധാനമായും 3 നാഡികൾ വഴിയാണ്. ഇവയാണ് ഇട, പിംഗള, സുഷുമ്നാ നാഡികൾ. നമ്മുടെ നട്ടലിനകത്തുകൂടെ കടന്നു പോകുന്ന സുഷുമ്നാ നാഡിയിലൂടെയും നമ്മുടെ ഇടത് നാസാദ്വാരത്തിലൂടെയുള്ള ഇടനാഡിയിലൂടെയും വലത് നാസാദ്വാരത്തിലൂടെയുള്ള പിംഗള നാഡിയിലൂടെയുമാണ് ഈ പ്രാണചാലനം സംഭവിക്കുന്നത്. ഈ 3 നാഡികളിലുമുള്ള തടസ്സങ്ങൾ ഇല്ലാതാകുമ്പോഴാണ് നമ്മുടെ ശരീരത്തിലൂടെ ഊർജത്തിന്റെ ഒഴുക്ക് സുഗമമായി സംഭവിക്കുന്നത്. അപ്പോഴാണ് നമുക്ക് ശാന്തിയും സമാധാനവും ആരോഗ്യവും ഒരുപോലെ അനുഭവിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ നാഡികളുടെ ശുദ്ധീകരണത്തിനായിട്ടാണ് നാം നാഡിശുദ്ധി പ്രാണായാമം ചെയ്യുന്നത്. അത് ചെയ്യുന്നത് ഇങ്ങനെയാണ്. നമ്മുടെ വലതുകൈ ഉയർത്തി മോതിരവിരലും തള്ളവിരലും മടക്കി പിടിക്കുക. ശേഷം ഇത് നമ്മുടെ മൂക്കിന് താഴെ കൊണ്ടുവന്ന് ആദ്യം നമ്മുടെ മൂക്കിന്റെ വലത് ദ്വാരം തള്ളവിരൽ കൊണ്ട് അടച്ചു പിടിക്കുക. ശേഷം നമ്മുടെ ശ്വാസം മുഴുവൻ ഇടത് ദ്വാരത്തിലൂടെ പുറത്തേക്ക് കളയുക. അതിലൂടെ തന്നെ വീണ്ടും ശ്വാസം അകത്തേക്ക് വലിക്കുക. ദ്വാരം വിരൽ കൊണ്ട് അടച്ചു പിടിക്കുക. ശേഷം വലത് മൂക്ക് തുറന്ന് ശ്വാസം മുഴുവൻ വലത് മൂക്കിലൂടെ പുറത്തേക്ക് വിടുക. ശേഷം വീണ്ടും അതിലൂടെ ശ്വാസം അകത്തേക്ക് എടുത്ത് മൂക്ക് അടച്ചു പിടിച്ച് ഇടത് മൂക്കിലൂടെ ശ്വാസം മുഴുവൻ പുറത്തേക്ക് വിടുക. ഈ ഒരു പ്രക്രിയ വീണ്ടും ആവർത്തിക്കുക. ഇതാണ് നാഡിശുദ്ധി പ്രാണായാമം. ഇത് ദിവസവും രാവിലെയും വൈകിട്ടും ശാന്തമായ ഒരിടത്തിരുന്ന് ചെയ്യേണ്ടതാണ്. ഇത് തുടക്കക്കാർക്ക് 3 മുതൽ 5 പ്രാവശ്യം വരെ ചെയ്യാം. ഓരോ ദിവസവും ഇത് നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് കൂട്ടിക്കൂട്ടി ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ നാഡിശുദ്ധി പ്രാണായാമത്തിലൂടെ നമ്മുടെ നാഡികളെ ശുദ്ധീകരിച്ച് പ്രാണ സഞ്ചാലനം സുഗമമാക്കാൻ നമുക്കേവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.